ഹലോ അസ്സലാമലൈക്കും. ഇന്നിതാ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അതിനെടുത്ത ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് 10 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 10 പീസ് കട്ട് ചെയ്യുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നീളവും വീതിയും ഒരേ അളവിലായിരിക്കണേ. അപ്പോൾ ഞാനിവിടെ 7 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുള്ള 10 പീസാണ് എടുക്കുന്നത്. നമ്മളെടുക്കുന്ന അളവ് ഒരേ രീതിയിലായാൽ മതി എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലൊന്ന് ക്രോസാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ക്രോസാക്കി മടക്കി കൊടുക്കുകയാണേ. ഇനി ഇതിനെ ഇതേപോലൊന്ന് മടക്കി കൊടുക്കുക ഒരു ഭാഗത്തേക്ക്. എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ മടക്കി കൊടുക്കുകയാണേ. ഇനി ഇതിൽ നിന്ന് ഒരു പെറ്റൽ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് ചെറുതായിട്ട് ഒരു 2 സൈഡിലും ഒരു വര കൊടുത്തതിന് ശേഷം ഒരു പെറ്റൽ ഷേപ്പ് വരച്ചെടുക്കുക. കണ്ടില്ലേ? ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ഫുള്ളായിട്ട് കട്ടായി പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് ഒരു ഫ്ലവർ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ പെറ്റലിൻ്റെയും മിഡിലിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ ആട്ടെ വേണ്ടത്. അപ്പോൾ നമ്മളുടെ ഫ്ലവർ സെറ്റായിട്ടുണ്ട്. ഇനി ഇതേപോലുള്ള 10 പീസാട്ടോ വേണ്ടത്. ഇതൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലായിട്ടുണ്ടല്ലോ, ഫ്ലവർ എന്നല്ല ഫ്ലവറിൻ്റെ ഒരു ഷേപ്പായില്ലേ. ഇനി ഇതിൽ നിന്ന് 10 പീസ് ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ യെല്ലോ കളറിൽ നിന്ന് എന്താ പറയുക, 3 സെൻറ്റിമീറ്റർ വീതിയും പിന്നെ നീളം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് 30 സെൻറ്റിമീറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പീസാണ് എടുക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടി മടക്കാണ് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കണമെന്നൊന്നുമില്ല കേട്ടോ, മടക്കാതെ തന്നെ ചെയ്യാം. മടക്കി ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. ഇനി ഇതേപോലൊന്ന് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ? ഇനി ഇതൊന്ന് നിവർത്തി നോക്കിയാൽ ഇതേപോലെ ആട്ടോ ഉണ്ടാവുക. ഇനി ഇതിനെ ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഇതിനെ റോളാക്കി എടുക്കുക കേട്ടോ. പെൻസിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റോളാക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണേ. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ പെൻസിൽ മേലെ ആവരുത് കേട്ടോ. ലാസ്റ്റ് ആ പെൻസിലിങ്ങ് വലിക്കാനുള്ളതല്ലേ. ഇനിതാ ഒരു ഓറഞ്ച് പീസ് എടുത്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിലുള്ള ഈ ഒരു രീതിയിൽ തന്നെ കിട്ടിയില്ലേ. ഇനി ബാക്കി എല്ലാ ഓറഞ്ച് പീസും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. കണ്ടില്ലേ? എല്ലാ പീസും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ മിഡിലുള്ള പീസും കൂടിയും വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടല്ലോ? സിമ്പിളല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല കേട്ടോ, സാധാ ഗ്ലൂവിലും ചെയ്യാം കേട്ടോ, പേപ്പറല്ലേ. അപ്പം ഞാനിതാ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ആ ഒരു ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടില്ലേ? നല്ല അടിപൊളി ലുക്കിൽ തന്നെ നമ്മളെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്കിൽ വെച്ചിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ പല കളേഴ്സിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 കളറ് വെച്ചിട്ട് നമുക്ക് ഇത്രയും നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ 2 കളറ് മതി കേട്ടോ. പിന്നെ നമുക്കിതാ ഒരു കളറും കൂടി എടുത്തിട്ട് അതിന് എന്താ പറയുക, ഒരു പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനതിൽ നിന്നൊരു പേപ്പറിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇത് അതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ പേപ്പർ ട്യൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ 7 സെൻറ്റിമീറ്റർ തന്നെ കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി പിന്നെ ചെയ്യുന്നത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ ഫസ്റ്റ് ചെയ്തുള്ള ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റെപ്പിൽ ക്രോസാക്കി മടക്കുക. അങ്ങനെ ഇതാ ക്രോസാക്കി മടക്കുക, 2 സൈഡിലും മടക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ 2 സൈഡിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡിൽ നിന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാട്ടോ കിട്ടിയിട്ടുള്ളത്. അത് പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ആ ഫ്ലവറിൻ്റെ താഴെ ഭാഗത്ത് ഇത് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ. ഇനി നമ്മൾ നേരത്തെ ഇവിടെ പേപ്പർ ട്യൂബ്സ് സെറ്റാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ ഈ ഒരു അറ്റത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലൊന്ന് കൈവച്ചാക്കിയിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റായി. ഇനി ഒരു ലീഫ് വേണമല്ലോ, അപ്പോൾ ലീഫ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ലീഫിൻ്റെ ഷേപ്പിൽ സിമ്പിളായിട്ടുള്ള ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
അതും പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതിനൊന്നും പ്രത്യേകിച്ച് അളവ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ അധികം വീതിയൊന്നും വരണ്ടല്ലോ. അപ്പോൾ ഞാനിതാ അതും കൂടി ഇതിൽ ഒട്ടിച്ചെടുക്കണ്ടേ. ഒരു ഫ്ലവറിന് ഇതിൽ ഒരു ലീഫേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് 2 ലീഫ് വേണമെന്നുണ്ടെങ്കിൽ 2 ലീഫ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ലീഫ് തന്നെ മതി കേട്ടോ. ഇനി ഇതേപോലെ പല കളേഴ്സിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിൽ കാണിക്കട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നോക്കൂ, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ബോട്ടിൽ പെയിൻ്റൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഒരു ബോട്ടിലാണ്. അതിലിതും കൂടി സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അടിപൊളി ലുക്കായിട്ടുണ്ട്. ഫൈനൽ ലുക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ. പിന്നെ ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇൻഷാ അല്ലാ ഇതുപോലുള്ള വെറൈറ്റി ഐഡിയാസായിട്ട് ഇനിയും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.